നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും ഭാരതീയ ജനതാ പാർട്ടിയിൽ ആകർഷകരായി മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകർക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. ഇന്ന് നമ്മുടെ ഈ 72-ാം വാർഡിലെ മത്സരിക്കുന്ന നമ്മുടെ 74 54 74 68 പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ 54 74 68 ഏരിയ ജനറൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ഉപേഷ്, മണ്ഡലം കമ്മിറ്റി അംഗം രാജിവേച്ചി, യുവമോർച്ച സെക്രട്ടറി ശ്രീരാജ്, നമ്മുടെ സംയോജക്, നമ്മുടെ ഈ വാർഡിൻ്റെ സംയോജക് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ പ്രദേശത്തെ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം ഇടത് വലത് മുന്നണികളിൽ പ്രതീക്ഷ അർപ്പിച്ച ജനങ്ങൾ അവർ നിരാശപ്പെടുത്തിയതിൽ കൂടി അവർക്ക് വേണ്ട അനുഭവങ്ങൾ, അതായത് ഒരു ഇടതിനെ കൊണ്ടും വലതിനെ കൊണ്ടും യാതൊരു ഗുണവും ലഭിക്കാത്ത അനവധി ആളുകളാണ് നമ്മളെ പാർട്ടിയിലേക്ക് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ അനവധി പ്രശ്നങ്ങൾ, അതായത് ഈ സർക്കാർ ഇവിടെ കോളനി അനുവദിക്കുമെങ്കിലും ആർക്കും ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. അനവധി വാതിലുകളിൽ മുട്ടിയിട്ടും പട്ടയത്തിനൊന്നും ഇതുവരെ സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഈ കാരണത്താൽ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ പദ്ധതി ലഭിക്കണമെങ്കിൽ നികുതി ഷീട്ട് വേണം. ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്കും നികുതി ഷീട്ടില്ല. ഈ കാരണത്താൽ കേന്ദ്ര പദ്ധതികൾ ഇവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ അനവധി കേന്ദ്ര പദ്ധതികൾ ഈ കാരണത്താൽ ഇവിടുത്തെ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നേരത്തെ ഉണ്ടായ കൗൺസിലർമാർ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പല പ്രശ്നങ്ങളിലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി ജനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പരിഹാരമായി കേന്ദ്രം ഭരിക്കുന്ന BJPയിലേക്ക് ആകൃഷ്ടരായി വന്ന നമ്മുടെ പുതിയ പ്രവർത്തകരെ നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ സംഘടനയിലേക്ക് ആകൃഷ്ടരായി വന്ന പ്രവർത്തകർക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടിയും നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മേഖലാ ജനറൽ സെക്രട്ടറി ജിയേന്ദ്രേട്ടനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ യോഗാധ്യക്ഷൻ BJPയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ പ്രകാശൻ, നമ്മുടെ ഏരിയയുടെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ ഷിജു, ഏരിയ ജനറൽ സെക്രട്ടറി സതീഷ്, ഏരിയയുടെ സെക്രട്ടറി രൂപേഷ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീമതി റാണി, ഷാജിനി, നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംയോജകമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ പ്രദോഷ്, യുവമോർച്ചയുടെ സെക്രട്ടറി ശ്രീ ശ്രീരാജ് തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, നമ്മളൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. നമുക്കറിയാം, കോവിഡ് എന്ന ഒരു മഹാമാരി ലോകം മുഴുവനും അതിൻ്റെ ഭീകരത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ
കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടത്. നമുക്കറിയാം ഈ ഒരു മഹാമാരി ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും ഈ ഒരു രോഗത്തിൻ്റെ പിടിയിലമർന്നുകൊണ്ട് ഈ ലോകത്തെ പിടിച്ചുകെട്ടാത്ത ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ എല്ലാ ആരോഗ്യ മേഖലയിലെയും സാമ്പത്തിക മേഖലയിലെയും വിദഗ്ധർ പറഞ്ഞിരുന്നത് ഈ മഹാമാരി സൃഷ്ടിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഭാരതത്തിന് കരകയറുവാൻ സാധിക്കില്ല എന്നായിരുന്നു. അതായത് ഈ ലോകത്തിൻ്റെ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഭാരതം പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് ഇത്തരമൊരു മഹാമാരി സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ സാധിക്കില്ല. ഭാരതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകരും എന്നായിരുന്നു ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർ ഇതിൻ്റെ തുടക്കകാലത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെയും ഈ കോവിഡ് എന്ന മഹാമാരി ഭാരതം കീഴടക്കിയതിൻ്റെ പ്രശംസ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ആരോഗ്യ മേഖലയിലുള്ളവർ ഇന്ന് പ്രശംസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കകാലത്ത് തന്നെ ഈ ഒരു മഹാമാരിയെ പിടിച്ചുകെട്ടുവാൻ വേണ്ട ഈ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ വിദഗ്ധന്മാരുമായി ആലോചിച്ച് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭാരതത്തിൽ നമുക്ക് ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ സാധിച്ചത്. നമുക്കറിയാം, ഇത്തരമൊരു മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് ഭാരതത്തെ കരകയറ്റുവാൻ കോടിക്കണക്കിന് രൂപയുടെ ആത്മനിർഭർ ഭാരത് പാക്കേജാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. എല്ലാ വിഭാഗത്തിലും പെടുന്ന സമൂഹത്തിലെ താഴേക്കിടയിലുള്ള എല്ലാ തരം വിഭാഗത്തിൽ പെടുന്ന ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഭാരതത്തെ കരകയറ്റുവാൻ ആത്മനിർഭർ ഭാരത് പാക്കേജ് പ്രഖ്യാപിച്ച് അത് നടപ്പിലാക്കിയത് വഴി ഇന്ന് അതിൻ്റെ പ്രത്യക്ഷ ഫലങ്ങൾ നാം കണ്ടുവരികയാണ്. ആ നടപടിയെ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കോവിഡിൻ്റെ വ്യാപനം ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം ഈ രോഗം നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ ഇവിടെ കേരളം എല്ലാത്തിലും നമ്പർ 1 ആണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള തിരക്കിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആരോഗ്യ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ വെറും PR വർക്കിൻ്റെ പേരിൽ കേരളം നമ്പർ 1 ആണെന്ന് വരുത്തി തീർക്കുവാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്ന് കേരളം ഭാരതത്തിലെ കൊറോണ നിയന്ത്രണത്തിൽ ഏറ്റവും പിന്നോക്കം പോയിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുവാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിൻ്റെ ഗുണഫലങ്ങൾ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വികസന രാഷ്ട്രീയം. നമുക്കറിയാം, സമൂഹത്തിലെ എല്ലാ തരം ജനവിഭാഗങ്ങൾക്കും അവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടനവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. സാധാരണക്കാരായ എല്ലാവർക്കും 2022ഓടെ കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്കായിരുന്നു പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ
ആയുഷ്മാൻ ഭാരത് പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഞാൻ ഒട്ടനവധി പദ്ധതികൾ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ തരത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെയും ഗുണഫലങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സാധാരണക്കാരായ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും ഒരു വർഷം ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല? മുദ്ര യോജന സാധാരണക്കാരായ അഭ്യസ്തവിദ്യരായ തൊഴിലെടുക്കുവാൻ തയ്യാറായിട്ടുള്ള യുവതീ-യുവാക്കൾക്ക് യാതൊരു വീടുമില്ലാതെ 10 ലക്ഷം രൂപ വ്യവസായം തുടങ്ങുവാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ തയ്യാറായ യുവതീ-യുവാക്കൾക്ക് എന്തുകൊണ്ട് മുദ്ര യോജന ലഭിക്കുന്നില്ല? അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികളെല്ലാം തന്നെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം ഭാരതീയ ജനതാ പാർട്ടിക്ക്, മോദി സർക്കാരിന് പോകരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ കേരളത്തിലെ സർക്കാർ ഇന്ന് തടസ്സം നിൽക്കുകയാണ്. ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ഈ തരത്തിലുള്ള പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് കേരള സർക്കാർ തടസ്സം നിൽക്കുകയാണ്. ഈ തരത്തിൽ വിജയിച്ച ജനകീയമായ പദ്ധതികളെല്ലാം തന്നെ പേരുമാറ്റി തങ്ങളുടേതാക്കി പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെയേറെ അവകാശവാദങ്ങളുമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറിയത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ഈ സർക്കാർ കേവലം ഒരു വർഷത്തിനുള്ളിൽ 2 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, തികച്ചും 2 മന്ത്രിമാർ രാജിവെച്ച സാഹചര്യമായിരുന്നു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പേരിൽ കേരളത്തിലെ 2 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഈ 2 മന്ത്രിമാരും പിൻവാതിലിലൂടെ തിരിച്ച് മന്ത്രിപദത്തിൽ എത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് ഇവിടെ അവകാശപ്പെടുവാനുള്ളത്? ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയ ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. സ്വപ്ന സുരേഷും കൂട്ടാളികളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും അഴിമതിയുടെയും കഥകൾ ഇന്ന് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്നു ശ്രീമാൻ ശിവശങ്കരൻ, ചീഫ് സെക്രട്ടറി. അദ്ദേഹം ഇന്ന് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അഴിമതിയുടെ പേരിൽ ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം. അദ്ദേഹത്തിൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് CPM ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ഉയർന്നുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ
പല ഉന്നതരെയും ജയിലിലേക്ക് അകത്തേക്ക് വിടുമ്പോൾ ഇന്ന് UDFന്റെ മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും MLAമാർക്കുമെതിരെ കേസുമായി LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ കഴിഞ്ഞകാല ഭരണത്തിൽ നടത്തിയ അഴിമതികൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഇവർ മൂടിവെച്ചു? ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. മാറി മാറി കേരളം ഭരിച്ച ഇടതും വലതും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ വോട്ട് ചോദിക്കുന്നത്. സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജയിപ്പിക്കണം എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ മതവിഭാഗത്തിലും പെട്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട എല്ലാ വിഭാഗങ്ങളും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ തരത്തിൽ ജനങ്ങൾ കൂട്ടത്തോടുകൂടി, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പെട്ട ആളുകൾ ഇന്ന് കൂട്ടത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കോഴിക്കോട് കോർപ്പറേഷനെ പറ്റി ചിന്തിച്ചാൽ നമുക്കറിയാം, 1962 കോഴിക്കോട് നഗരസഭയുടെ ഭരണം നിലവിൽ വന്നത്. അപ്പോൾ 62 മുതൽ ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലം കോഴിക്കോട് നഗരസഭ ഭരിക്കുവാനുള്ള അവസരം ലഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന നഗരസഭയ്ക്കാണ്. എന്നാൽ ഇത്രയും നീണ്ട കാലം കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം നടത്തിയിട്ട് പോലും ജനങ്ങൾക്ക്, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ ആ തരത്തിൽ അത് പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഈ നഗരസഭ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. നഗരാസൂത്രണത്തിൻ്റെ ഒരു ചിത്രം പോലും അവർക്കും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നഗരത്തിൻ്റെ ഈ ദുരവസ്ഥ സൂചിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ഭരണം കിട്ടിയിട്ട് പോലും കൃത്യമായ ആസൂത്രണത്തോടുകൂടി നഗരാസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നാണ്. നമുക്കറിയാം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇന്നും നഗരത്തിലെ ജനങ്ങൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നും പദ്ധതികൾ പകുതി വഴിയിൽ നിൽക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ എടുത്തു പറയാൻ ഒരു പദ്ധതി പോലും ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വെക്കുവാൻ സാധിക്കുന്നില്ല. ആകെ അവരുടെ ഭരണ നേട്ടവുമായി അവർ പറയുന്ന പദ്ധതികളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ പദ്ധതികൾ മാത്രമാണ് ഭരണ നേട്ടമായി അവർക്ക് അവതരിപ്പിക്കാനുള്ളത്. നരേന്ദ്രമോദി സർക്കാരാണ് നഗരങ്ങളുടെ ആസൂത്രണവും നഗരങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ അമൃത് പദ്ധതി നടപ്പിലാക്കിയത്. വളരെ വൈകിയാണ് കോഴിക്കോട് നഗരസഭ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറായത്. 262 കോടി രൂപ അവർ സമർപ്പിച്ച പദ്ധതിക്ക് അനുവദിച്ചിട്ട് പോലും 30% മാത്രമേ വിനിയോഗിക്കുവാൻ ഈ നഗരസഭയ്ക്ക് അതിൻ്റെ കാലാവധിക്കുള്ളിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഏറ്റെടുത്ത പല പദ്ധതികളും നടപ്പിലാക്കാതെ പാതി വഴിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് കൺസൾട്ടിംഗ് ഏജൻസിക്ക് 2 കോടി രൂപയാണ് ഫീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവർ തയ്യാറാക്കിയ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അത് ഇന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു അഴിമതിയുടെ ചിത്രമാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഈ ജനങ്ങളുടെ മുന്നിൽ പറയുന്നത്, നമ്മുടെ കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം ജനങ്ങൾക്കിടയിലേക്ക് എത്തുവാൻ ഈ കോർപ്പറേഷൻ ഭരണത്തിന് നമുക്ക് അറുതി വരുത്തിയേ മതിയാവൂ. ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ മുന്നിലുണ്ട്. തികച്ചും ജനക്ഷേമകരമായ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ തന്നെയും വിജയകരമായ ഒരു ചരിത്രം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കേവലം കടലാസ് പദ്ധതികളല്ല, പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ വിജയിച്ച ഒരു ചരിത്രമാണ്, വികസന രാഷ്ട്രീയമാണ് ദേശീയ ജനാധിപത്യ സഖ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്ര മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്.
ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണ ഏറി വരുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിയർന്നുകൊണ്ട് നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എല്ലാവരും തയ്യാറായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ 72ാം ഡിവിഷനിലെ നമ്മുടെ ആരാധ്യനായ നമ്മുടെ സ്ഥാനാർത്ഥി അജയ് ഘോഷിനെ നിങ്ങളെല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വരുന്ന ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം ഭാരതീയ ജന പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരുന്ന നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്ന നമ്മുടെ പുതിയ പ്രവർത്തകർക്കുള്ള ഹാരാർപ്പണമാണ്. പേര് വിളിക്കുന്ന സമയത്ത് വരണം. വീരമണി എല്ലാവരും കൂടി ആയിട്ട് നമ്മുടെ വാർഡിലെ BJP സ്ഥാനാർത്ഥി അജയ് ഘോഷിനെ സംസാരിക്കുന്നു. വരാനുണ്ട്, അവരെ മുന്നോട്ട് വരാം. വാ 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 അരുണു വാ അരുണു വാ അരുണു വാ വേണ്ട വേണ്ട. बोलो भारत माता की बोलो भारत माता की അധ്യക്ഷനായ പ്രകാശേട്ടൻ, മുഖ്യപ്രഭാഷണം നടത്തിയ വിജയേന്ദ്രേട്ടൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി സതീഷ്, മണ്ഡലം ഏരിയ ഓഫീസുകൊണ്ട് സിജു, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ രാജിനേച്ചി, റാണിയേച്ചി, യുവമോർച്ച മണ്ഡലം ട്രഷറർ ശ്രീരാജ്,
പിന്നെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ പാർട്ടിയിലെ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും നമ്മുടെ നമസ്കാരം. നമ്മുടെ മോദി സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചും നമുക്കിവിടെ കിട്ടാത്തതിനെക്കുറിച്ചും വിശദമായി ജിയാന്തരൻ ഇവിടെ പറയുകയുണ്ടായി. ഇനി നമുക്കിവിടെ നമ്മുടെ ഒരു കൗൺസിലർ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ BJPയുടെ കൗൺസിലർ വരുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് കരുതി എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി രൂപേഷനെ ക്ഷണിച്ചു. മേഖലാ സെക്രട്ടറി ജിതേന്ദ്രേട്ടൻ, അതുപോലെ മണ്ഡല സെക്രട്ടറി പ്രകാശേട്ടൻ, പുതിയനാടുള്ള സ്ഥാനാർത്ഥി അജയ് ഘോഷ്, പുതിയനാട് ഏരിയ സെക്രട്ടറി കൂടിയാണ്. അവർക്കും പുതിയനാട് ഏരിയ പ്രസിഡന്റ് ഷിജു, പുതിയനാട് ഏരിയ സെക്രട്ടറി സബീഷ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും ഇവിടെ വന്നെത്തിയ എല്ലാ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഒന്ന് ഫോട്ടോന് വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കണം. എല്ലാവരും ഇവിടെ നിൽക്കും. കുറച്ച് ആൾക്കാർ ഇവിടെ ഇപ്പുറം നിന്നു. മതക്കാരുടെ സൈഡിൽ നിന്ന് ആൾക്കാർ ഇനി വരാണ്ടല്ലോ, സ്ത്രീകളുണ്ടായിരുന്നു. ഒരാൾ പോയിക്കുന്നത് റാണി എവിടെ? റാണി 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 भारत आदा के भारत आदा के रानी 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 बोलो भारत अम्मा की जय। ले लो।